ആയിക്കോട്ടെ, നേതാവ് വിളിച്ചോ. ഹലോ, സഹദേവ ഉണ്ണാൻ സമയമായിട്ടില്ലല്ലോ. ആഹാ, എന്നിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ വരുന്നത്. അവിടുത്തെ 1.5 കിണ്ണം ചോറ് ഇങ്ങനെ വെട്ടി വിഴുകുന്നാണ്ടത്. അത് വെറും പഴഞ്ചോറ്. ഓ, അമ്മ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പരിപാടിക്ക് മുമ്പ് ഉണ്ണാതെ പോകരുത്. കേട്ടിട്ടില്ലേ? മൂത്തൂർ ചൊല്ലും. അയ്യോ അയ്യോ, ഇത് കൊറേ ഞാൻ കേട്ടതാ. നേതാവ് സമയം കളയാതെ സാറിനെ വിളിക്കാം. നമ്മുടെ ആൾക്കാരെല്ലാം ഫ്ലെക്സ് അടിക്കുന്നിടത്തുണ്ട്. ഓക്കെ ആണെങ്കിൽ പേര് കൊടുത്ത് അയക്കണം. ഹലോ, ആരാ? മനസ്സിലായില്ലോ. എനിക്ക് മനസ്സിലാക്കാൻ ഞാനും ചിരിക്കായിരുന്നു. അയ്യോ, നമ്മുടെ PCC കമ്മിറ്റി അംഗം പുഷ്പാംഗത്തിനെ അറിയില്ലെന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾ എങ്ങനെ ചിരിക്കാതിരിക്കും? അതെന്താ സാധേവ സാർ എപ്പോ വരും? പുറത്ത് പണിയില്ല, കുറച്ച് വരും. അതെ, ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞാൻ ഈ മണ്ഡലത്തിന്റെ കിഴക്കേ അറ്റത്താണ് താമസം. ഇവിടെ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സഹദേവൻ സാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതെ. ആട്ടെ, ഇയാൾ ഇവിടുത്തെ? ഞാൻ അയൽവാസിയാ. കൃഷ്ണനുണ്ണി, കുഞ്ഞുണ്ണി എന്ന് വിളിക്കും. സാറ് ഞങ്ങളെ പാർട്ടിക്ക് അനുകൂലല്ലേ? അയ്യോ, അതൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരുടെ നിലപാടൊന്നും. അതെ, അത് ചോദിച്ചറിയണം. സാറ് BCCയിൽ ജയിച്ച പിന്നെ കുഞ്ഞൂട്ടു കുഞ്ഞുണ്ണി പറയും. കുഞ്ഞൂട്ട് കുഞ്ഞൂട്ടി ഇതേ കുട്ടൂസനും കുഞ്ഞൂട്ടിയൊന്നുമല്ല, കുഞ്ഞൂട്ടൻ. അയാളല്ല, അണികളാണ്. അതെ അതെ, അണികളാ. പാർട്ടി വളർത്താൻ ഇതുപോലെ നടണം. മതിയില്ല, ഒരു 4-5 പേരോട് ഉണ്ട് പുറത്ത്. വേണേ വിളിക്കാം. അയ്യോ വേണ്ടേ, ഇത് തന്നെ ധാരാളം. പുഷ്പാംഗതനോ? എന്നിട്ട് പുഷ്പാംഗത വിശേഷം? അപ്പൊ സാറിനെ മറന്നിട്ടില്ല? ഞാനെങ്ങനെ മറക്കാനാ? ഞാനിവിടെ എച്ചമായിട്ടുള്ള കാലത്ത് താൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്ന കണ്ടിട്ടുണ്ടേ. താനിപ്പോ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണല്ലേ? നന്നായി. എപ്പോ എടുത്തോ? സാറേ, ഞാനൊരു കാര്യം പറഞ്ഞ സാർ എതിരൊന്നും പറയരുത്. അല്ല, താൻ കാര്യം പറഞ്ഞില്ലല്ലോ. ഇവിടെ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അറിയാലോ. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ പാർട്ടിയുടെ ചില പിടിപ്പുകേടുകളാണ് ആ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാൻ കാരണം. ഇപ്പം അവരാ മരിച്ച MLA-യുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി സഹതാപ തരംഗം മുതലെടുക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ചെറിയൊരു ഉൾഭയം പാർട്ടി കൊണ്ടേ അതിനെ മറികടക്കാൻ തക്കതായ ഒരു സ്ഥാനാർത്ഥി നമുക്ക് വേണം. സാറിനെയാണ് ഞങ്ങൾ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. ഞാനില്ല. ഞാൻ ഈ കഴിഞ്ഞ 10-15 വർഷം മാറി മാറി വരുന്ന സർക്കാരിന്റെ കീഴില് പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ആളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്കതിന് യാതൊരു താല്പര്യമില്ല. ഒരു പാർട്ടിയോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമില്ല, സ്നേഹമില്ല. അത് മാത്രമല്ല പുഷ്പാംഗത, ഏതൊരു പാർട്ടിയിലായാലും ഒരു അംഗത്വം എടുത്തിട്ട് ഒരു 2-3 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടല്ലേ. അയ്യോ സാറേ, ഈ അംഗത്വവും പ്രവർത്തന പാരമ്പര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. സാർ നിന്ന് തന്നാ മതി. ഞങ്ങളെ ജയിപ്പിക്കുന്ന കാര്യം അല്ല, അങ്ങനെയാണെങ്കിൽ പുഷ്പാംഗത നിൽക്കാലോ. എന്നെക്കാളും കൂടുതൽ പ്രവർത്തന പാർട്ടിയില്ലേ? എല്ലാ ജനങ്ങളും ബഹുമാനിക്കുന്ന ഒരു ജനകീയ അധ്യാപകനാണ് സാറ്. കൂടാതെ ചില ജീവകാരുണ്യ പ്രവർത്തനമുണ്ട്. അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് സാറ് നിന്ന ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഒരു സഹതാപ തർക്കം നിലവിലുണ്ടാവും. ഇതേ എന്റെ മോനാ, ഗാനമേളക്കാരനാ. അറിയാം. ഹരിദാസല്ലേ, നമ്മുടെ പാർട്ടി പ്രോഗ്രാമിനൊക്കെ പാടാൻ വന്നിട്ടുണ്ട്. അതെ അതെ അതെ. ആട്ടെ, സാർ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല? ഞാൻ എന്റെ അഭിപ്രായമല്ല, തീരുമാനം തന്നെ പറഞ്ഞില്ലേ. സാർ ഒന്നുകൂടി ആലോചിക്കണം. ഇവിടെ നമ്മുടെ സമുദായത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നിട്ട് എന്തേ കഴിഞ്ഞ തവണ നമ്മുടെ സമുദായത്തിൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു? എന്നിട്ടാണോ തോറ്റത്? ഈ വക ദുഷിച്ച മനസ്സിനെ മാറ്റാത്തോടത്തോളം നമ്മുടെ രാജ്യം നന്നാവില്ല. എന്റെ പൊന്നു സാറേ, ഓരോ പ്രദേശത്തിന്റെയും സമുദായക്കാരെ കണക്കിലെടുത്ത് തന്നെയാ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. സാറിനറിയാവോ? ഇത് പാരസ്യമായ ഒരു രഹസ്യം. അതെ, ഞാൻ വീട്ടിൽ വരുന്നവരോട് മോശമായി പെരുമാറുന്ന പതിവില്ല. എന്റെ എല്ലാ സഹകരണവും നിങ്ങൾക്കുണ്ടാവും, ഈ ഒരു കാര്യത്തിൽ ഒഴികെ. ഇനി എന്താ ചെയ്യാ? വേറെ ആരെയും അന്വേഷിക്കാം. മാഷ് പറഞ്ഞപ്പോഴേ പോകേണ്ടതല്ലേ മോനെ? അത് പറഞ്ഞു. ഇനിയിപ്പോ മാഷ് സമ്മതിക്കാത്ത സ്ഥിതിക്ക് വേറെ ആരും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ശരി, ബാ. നിങ്ങൾ ഗാനമേള നടത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 6-ാമത്തെ 7-ാമത്തെയോ ഈ മാസം തന്നെ. ഒരു
ഹരി, ആ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഹരി തെറ്റിദ്ധരിക്കരുത്. പറയൂ പറയൂ. അച്ഛനോട് എത്ര പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല. ഹരിക്ക് ഈ വരുന്ന ബൈ ഇലക്ഷനിൽ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയാവാൻ പറ്റുമോ? നല്ല ഒരു കാര്യം പറഞ്ഞു. സ്ഥാനാർത്ഥിയാവാനോ? അതെ, ഞാനോ? വേറെ ആളെ പിടി മാഷെ. അയ്യോ ഇതിനകത്തൊന്നും കൊണ്ട് ചാടല്ലേ, തോറ്റ് തുന്നം പാടുവേ. നീ അങ്ങനെ കളിയാക്കണ്ട. പിന്നെ നമുക്ക് പറ്റാത്ത മേഖലകളിൽ പോയി തല വെക്കരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ തോക്കുന്നുള്ള പേടിയൊന്നും. അത് തോക്കുന്ന ആര് പറഞ്ഞേ? ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? ജയിച്ചാ പിന്നെ ഗാനമേള ടീമിന് നിലം തൊടണ്ടി വരും. അതെ, ജയിച്ച നേരത്തെ ഗാനമേള നിർത്തുന്നു വേണ്ട. കേരളത്തിലെ ആദ്യത്തെ പുരുഷ MLA നയിക്കുന്ന ഗാനമേള ട്രൂപ്പ് പ്രധാനപ്പെട്ട വേദികളിൽ MLA പാടുന്നു. എങ്ങനെ? എന്നിട്ട് വേണം MLA പാട്ടും പാടി നടക്കാൻ. അങ്ങനെ പറയല്ലേ. ഈ ഹരി സാറ് MLA ആയ ഈ ഉണ്ണി പിന്നെ ആരാ? ഹരിദാസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. അപ്പൊ ഞങ്ങളൊക്കെ വെറും പാഴും. കറക്റ്റാ, ഫുൾ പാഴ. കണ്ടപ്പോഴേ മനസ്സിലായി. ഏത് മാഷിനെ ആക്കാൻ നോക്കിയിട്ട് ആവാതപ്പോ നിന്നെ പിടിച്ചാക്കാൻ വേണ്ടി എന്നെ കൂട്ടി പിടിച്ചേക്കുക. ബെസ്റ്റ് പാർട്ടികൾ. പിടി മാഷെ. അതെ, അതാ. അങ്ങനെ പറയല്ലേ ഹരി, ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. സുപ്രസിദ്ധ ഗായിക ദലീമ MLA അല്ലേ? രമ്യ ഹരിദാസ് MP എല്ലാ വേദികളിലും പോയി പാടി പാടി ആൾക്കാരൊക്കെ കയ്യിലെടുക്കുന്നില്ലേ? അത് നേരാ. ഞങ്ങൾ ഏതായാലും ഹരിയുടെ പേര് പാർട്ടിയിൽ നിർദ്ദേശിക്കാൻ പോവുക. നാളെ ഞങ്ങൾ വരും. ഒന്നുകൂടി ആലോചിച്ച് ഹരി പറയണം. ഇന്ന് തന്നെ ഞങ്ങൾ നിർദ്ദേശിക്കും പാർട്ടിയിൽ. അത് ഉറപ്പാ. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ വികസനത്തിന് സമഗ്ര സംഭാവന നൽകി അനേകം കുട്ടികളെ വിജ്ഞാനം പകർന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹദേവൻ മാഷിന്റെ മകൻ ഹരിദാസ് കാണിനാട് നിയോജക മണ്ഡലത്തിൽ BCCയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്ന വിവരം ഏവരെയും സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. കുഞ്ചുട്ടാ, ഇവരിതെന്ത് ഭാവിച്ച? ഓ, ഒരു സുഖം കിട്ടിയില്ലേ ഇംഗ്ലാബൊക്കെ വിളിക്കണേട്ടോ. അതെ, നീ പോയിട്ട് നാളത്തെ പ്രോഗ്രാംസിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യും. അത് നിർബന്ധമായിട്ടും ചാർലിനെ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്യണം. ഓക്കെ? MLA സാറ് പോകും. എനിക്കറിയാം നാളത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. കുഞ്ഞുട്ടാ, നിലയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. MLA ആവാൻ പറ്റിയ ഐറ്റം. സ്വന്തം കാര്യം നോക്കാൻ അറിയാൻ പാടില്ല, എന്നിട്ടാണ് നാട്ടുകാരുടെ കാര്യം നോക്കാൻ പാടില്ല. ചാർലി സമയം കളയണ്ട. നിങ്ങൾ വിളിപ്പുറത്താണല്ലോ ചാർലി ചേട്ടാ? അല്ല, നിങ്ങൾ നാളെ എന്താ പരിപാടി? അത് പറ. ഞാൻ ഈ ഗാനമേള ട്രൂപ്പിന്റെ മാനേജറായിട്ട് കുറെ കൊല്ലായി. എന്താ വേണ്ടത് എനിക്കറിയാം. എന്നിട്ട് നാളെന്താ? നമ്മുടെ ഫീമെയിൽ സിംഗർ ഇല്ല. എന്താ ചെയ്യാ? അതല്ലേ ഞാൻ മറ്റേ മെലഡീസിന്റെ ഗായത്രി എനിക്ക് പൊക്കി. അയ്യടാ, പക്ഷെ ഗായത്രി രജനിയുടെ അത്ര പോരാ. എന്താ? എന്താണെങ്കിലും ഗിത്താറിസ്റ്റ് സൈമൻ ചേട്ടന്റെ 1000 രൂപ പോക്കാം. എന്ത് വൃത്തിയാടാ നീ പറയുന്നത്? വൃത്തിയാണ് നല്ലത്. ഒരു ചുറ്റിക്കളി അവളും വേണ്ടിയും പറഞ്ഞും നോക്കിയും കണ്ണിറുക്കിയൊക്കെ ഒരു 1000 രൂപ ചൂരിദാർ അടിച്ചുള്ളൂ. ചേട്ടനാണെങ്കിൽ ഗിത്താറിനൊരു സ്ട്രിങ് ഇല്ലെങ്കിലും വായിച്ചു പോയി. പക്ഷെ ചൂരിദാറിന് അതിന് പോക്കാം. ഓന്റെ ചുറ്റിക്കളി അതിനകത്തോടെ നിർത്തുന്നുണ്ട്. ഇപ്പല്ലേ ഇത് അറിയുന്നേ? ഇരിക്കട്ടെ, 4-5 പാർട്ടിക്കാർ പോകുന്നുണ്ടല്ലോ. BCCയുടെ ആൾക്കാരാ? BCCയുടെ ഒക്കെ തന്നെ. പിരിവിനല്ലേ മാഷിന് MLA ആക്കാൻ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നാ. മാഷ് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാഷ് നിന്ന ജയം ഉറപ്പാ. എതിർ പാർട്ടിക്കാരെ മറ്റു MLA ഭാര്യനൊക്കെ നിർത്തിയിട്ടേ സഹതാപത്താനൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും നടക്കൂല. ഞാൻ ആ പാർട്ടിക്കാരൻ, പക്ഷെ ഞാൻ പോലും വോട്ട് കൊടുക്കൂല. മാഷ് നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോ ഹരിയേട്ടനെ നിർത്താൻ വേണ്ടി അവന്മാര് ഭയങ്കര പാടാണ്. എന്നിട്ട് ഹരി എന്താ പറഞ്ഞേ? പറ്റൂന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നേ ഇങ്ങ് പാടാ. അതെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ MLA മത്സരിക്കാൻ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ചപ്പോ നിങ്ങൾ രണ്ടു കിണിക്കാപിച്ചു. അപ്പൊ ലക്ഷ്മി ദേവിനെ തട്ടിക്കളയരുത്. ലക്ഷ്മി ദേവിയാണോ നാളെ പാട്ട് പാടാൻ? കുഞ്ഞുട്ടാ, നീ ഒരു പൊട്ടനാലേട്ടാ.
അയ്യോ മോനെ ഹരിക്കുട്ടാ നമ്മള് രക്ഷപ്പെടടാ. അല്ല ചേട്ടാ, ചേട്ടൻ എന്തിനാ അത്ര നേരത്തെ വെപ്രാളം പെടേ? ചേട്ടൻ മറ്റേ എതിർകക്ഷിയല്ലേ? അതെ, ഞാൻ മാറിയല്ലോ. ആ ബെസ്റ്റ്. അതെ, ഹരിയേട്ടൻ MLA ആയ ചേട്ടൻ എന്താ അത്ര വലിയ ഗുണം? മോളെ കൃഷ്ണേന്ദു, ഇവനെ വല്ല അങ്കനവാടി കൊണ്ടുപോയി ചേർക്കണം കേട്ടാ. അടിസ്ഥാന പാഠാവലി തീരെയില്ല. ഞാൻ ഹരീനൊന്ന് കണ്ടിട്ടുണ്ട്. ഈശ്വരാ, കൈവിട്ടു പോവല്ലേ ഹരിക്കുട്ടാ. ഇതാ ഹരിയേട്ടനെ പിടിച്ച് MLA ആക്കാൻ വേണ്ടി BCCക്കാര് വന്നു. അതിന്റെ പ്രാന്ത ഇയാൾക്ക്. ആര് ഹരിയേട്ടനോ? അതിന് ഹരിയേട്ടൻ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നിൽക്കില്ലെന്ന് അപ്പളെ പറഞ്ഞത്. ഇനി ഇയാൾ അതിനകത്ത് നിന്ന് എന്ത് മുഖല കാണിക്കാൻ പോണെന്ന് എനിക്കറിയാൻ പാടില്ലത്. ആട്ടെ, ഏട്ടാ അച്ഛന്റെ മരുന്ന് വാങ്ങാൻ എപ്പോഴാ പോന്നെ? മറന്നു മോളെ, പക്ഷെ തികയില്ലെന്നാ തോന്നുന്നത്. നീ എന്തായാലും ചീട്ടെടുത്തോണ്ടോ, നമുക്ക് പകുതിയെങ്കിലും മേടിക്കാം. ഞാൻ അവർ ഇപ്പത്തിട്ട് വിളിക്കട്ടായിരിക്കും. ചാർലി, അച്ഛനോടൊരു വാക്ക് പറയാതെ. സഹദേവ പക്ഷെ ഇത് പറയാനാ, ഞാൻ പറഞ്ഞ് സമ്മതിച്ചോളാം. ആ സുഖു, ഇത് ഞാനാ ചാർലി. നിനക്ക് ആ പുഷ്പാങ്കതോടെ എന്നെ ഒന്ന് വിളിക്കാൻ പറയും. അവന്റെ നമ്പർ എന്റെ കയ്യില്ല. എതിർ പാർട്ടിക്കാരനെ ഇത് വേറെ കാര്യത്തിനാടേ. അവിടുത്തെ നിണ്ടാന്നൊന്ന് കൊടുത്തേ. ആ പുഷ്പാങ്കത, ഇത് ഞാനാ NCC ചാർലി. അതെ, ഒന്ന് പറഞ്ഞു തരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമയം തരണം, ഒരു കാര്യം പറയണ്ടേ. അതെ, നമ്മുടെ ഹരിദാസ് MLA നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ അത് പറയാൻ വിളിച്ചതാ. നിങ്ങളിങ്ങ് പോര്, ഞാൻ പറഞ്ഞ ശരിയായിക്കോളാം. ഓക്കെ. നല്ല മര്യാദ, എല്ലാം ലേറ്റസ്റ്റ് ചീത്തയാ. എന്തിനാ ചാർലി ചേട്ടാ ഹരിയേട്ടനെ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നിൽ വലിച്ചെടുക്കുന്നത്? മോളെ കൃഷ്ണേന്ദു, ഞാൻ ഈ പറയുന്നൊക്കെ എനിക്കിപ്പോ തെറ്റായി തോന്നും. പക്ഷെ നാളെ ഹരി ജയിച്ച് MLA വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊന്നും നിങ്ങൾ ഓർക്കൂല. അല്ല, അപ്പൊ ഈ തിരക്കിടയ്ക്കൊക്കെ നമ്മുടെ ഗാനമേള ട്രൂപ്പിന്റെ കാര്യം എന്ത് ചെയ്യും? ഇത് പിടിച്ച ഗാനമേളയും പാട്ടും കുത്തൊക്കെ പിന്നെ ആദ്യം MLA ഹരി. ആ പുഷ്പാങ്കന്റെ ടീം ഇപ്പൊ ഇങ്ങോട്ട് വരും. അവർക്ക് ഫ്ലക്സ് അടിക്കാൻ ഒന്നിട്ട് നല്ല ഫോട്ടോസ് വേണം. നീ പോയി റെഡി ആയി വന്നേ. പെട്ടെന്നല്ലേ? അപ്പം നമുക്ക് ഒരു കൈ നോക്കാം അല്ലേ? അല്ല പിന്നെ